കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മത്തായിയുടെ സുവിശേഷം 14-ാമത്തെ അധ്യായം 25 മുതൽ അതിൻ്റെ 33 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ കാണുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അത് ഒരു ഭൂതം എന്ന് പറഞ്ഞു പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിൻ്റെ അടുക്കെ വരുവേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. വരിക എന്ന് അവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാൽ, കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. അവൻ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. പടകിലുള്ളവർ, നീ ദൈവപുത്രൻ സത്യം തന്നെ എന്ന് പറഞ്ഞു അവനെ നമസ്കരിച്ചു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും ഇതേപോലെ തന്നെയാണ്. യേശുവിൻ്റെ ശബ്ദം കേട്ട് വായെന്ന് വിളിച്ച് യേശുവിൻ്റെ പുറകെ ഈ ശിഷ്യന്മാർ തിരിച്ചതുപോലെ നാമും ഒരു ദിവസം യേശുവിനെ വിശ്വസിച്ച് നാം സത്യ ആരാധനയിൽ കൂടെ നാം മുമ്പോട്ട് പോകുമ്പോൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കൊടുങ്കാറ്റുകളും അലകളും നമ്മുടെ പടകിനെ തകർത്ത് കളഞ്ഞു എന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ആ സമയത്ത് യേശു നമ്മോട് കൂടെ ഉണ്ട് എന്ന് പോലും നാം അറിയാതെ നാം നിലവിളിച്ച് പോകാറുണ്ട്. പക്ഷേ യേശു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ചില സമയങ്ങൾ നമുക്ക് അതും ഒരു നന്മയ്ക്കായിട്ട് എന്ന് തോന്നാതെ ആ കഷ്ടങ്ങളിൽ കൂടെ നമുക്ക് വേറെ എന്തോ സംഭവിക്കുവാൻ പോകുന്നു എന്ന് നാം ഭയപ്പെട്ട് അലറുന്ന നിമിഷങ്ങളും ഉണ്ട്. പ്രിയ ദൈവപൈതലേ, നാം ഈ പത്രോസ് നോക്കുകയാണെങ്കിൽ അവൻ യേശുവിനോട് പറഞ്ഞു, യേശുവെ, അങ്ങാണെങ്കിൽ എന്നെ ഈ വെള്ളത്തിന്മേൽ നടന്നു വരുവാൻ കൽപ്പിക്കണമേ എന്ന്. വാ എന്ന് യേശു വിളിച്ചിട്ടാണ് പത്രോസ് ഇറങ്ങിയത്. പക്ഷേ കുറച്ച് നടക്കുന്നവരെയും ഈ ലോകത്തിലുള്ള ഏതൊരു കോളിളക്കങ്ങളും അവൻ നോക്കിയില്ല. കുറച്ച് നടന്നപ്പോഴാണ് കടൽ ആകെ ഇളകി മറിയുന്നത് അവൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടത്. അവൻ പെട്ടെന്ന് പേടിച്ചു പോയതും ആ വെള്ളത്തിൽ മുങ്ങുവാൻ തുടങ്ങി. അപ്പോഴവൻ വീണ്ടും നിലവിളിച്ചു തുടങ്ങി. അപ്പോൾ യേശു, അല്പവിശ്വാസി, നീ എന്തിനു ഭയപ്പെട്ടു എന്ന് കേട്ടിട്ട് കൈ പിടിച്ച് തൂക്കിവിട്ടു. ഉടനെ യേശു വന്ന് പടകിൽ കയറി ഉടനെ കാറ്റും കോളും എല്ലാം അടങ്ങിയതായിട്ട് നാം വായിച്ചു കേട്ടു. പ്രിയ ദൈവ പൈതലെ, നമ്മുടെ ജീവിതത്തിലും നാം ഇതേപോലെ തന്നെയാണ്. പലപ്പോഴും നിലവിളിക്കുമ്പോൾ യേശു വന്ന് ഞാൻ കൂടെ ഇരിക്കുന്നു എന്ന് പറയുമ്പോഴും അപ്പോൾ നമുക്ക് അല്പം ശാന്തമായി തോന്നും. എന്നാലും നമ്മുടെ കോളിളക്കങ്ങളോ അല്ലെങ്കിൽ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നും മാറിയിരിക്കത്തില്ല. ഒരു പ്രസംഗം കേൾക്കുകയോ ഒരു ദൈവദൂത് നാം കേൾക്കുകയോ ചെയ്യുമ്പോൾ യേശുവിൽ വിശ്വസിച്ചായിരിക്കാം നാം ധൈര്യപ്പെടുന്നത്. പക്ഷേ അല്പ ദിവസം കഴിയുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ മാറാതിരിക്കുമ്പോൾ നാം ഒന്ന് ലോകത്തോട് നോക്കിക്കഴിയുമ്പോൾ വീണ്ടും ആ ഒരു കഷ്ടത അല്ലെങ്കിൽ കണ്ണുനീരെന്ന ആ ഒരു സാഗരത്തിൽ നമ്മുടെ ആത്മാവ് ആകെ മുങ്ങിപ്പോകുന്നത് നമുക്കറിയുവാൻ സാധിക്കും. പക്ഷേ നാം എപ്പോഴും യേശുവിൻ്റെ നേരെ കരങ്ങൾ നീട്ടി, കർത്താവെ, നീ എൻ്റെ കരത്തിൽ ഒന്ന് പിടിക്കണമേ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കരങ്ങൾ അന്ന് കൊടുക്കുമ്പോൾ കർത്താവ് ഈ കഷ്ടത്തിൽ നിന്ന് നമ്മെ തൂക്കി വിടുകയും നമ്മുടെ ജീവിത പടകായ നമ്മുടെ ഈ ജീവിതത്തിൽ വന്നു കയറുമ്പോൾ സകല പ്രശ്നങ്ങളും നമ്മെ വിട്ട് മാറുകയും നാം വീണ്ടും കർത്താവിനോട് ചേർന്ന് ജീവിക്കുകയും ചെയ്യാം. കർത്താവ് അതിന് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന കോളിളക്കങ്ങളും കാറ്റുകളും തിരമാലകളും ഒന്നും അങ്ങ് അറിയാതെ അല്ല എന്ന് ഞങ്ങൾ അങ്ങയുടെ വചനത്തിൽ മുഖാന്തരം കേട്ടു. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ ഞങ്ങൾ നിലവിളിച്ച് പോയി വീണ്ടും ലോകത്തെ നോക്കി മുങ്ങിപ്പോകാതിരിപ്പാൻ കർത്താവെ, ഞങ്ങളെ വിശ്വാസത്തിൽ ഒന്നുകൂടെ ഉറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വഴിയിൽ മുൻപോട്ട് നടന്നു വരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും കരം പിടിച്ച് നടത്തണമേ. കർത്താവെ, ഇന്ന് വചനം കേട്ട ഓരോരുത്തർ മേലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി പകരണമേ. കർത്താവെ, ഈ ലോകത്തിൽ അവർ കർത്താവ് മുങ്ങി താഴ്ന്നു പോകാതെ കർത്താവിൻ്റെ രാജ്യത്തിൽ വരുന്നതുവരെയും അപ്പൻ്റെ കരം പിടിച്ച് വഴി നടത്തണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.